അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കില്. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്, അതിനെയൊക്കെ വിമർശിക്കും. അതൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ്, സങ്കടം കണ്ടിട്ടാണ്. ഭൂരഹിതരുടെ എണ്ണം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടാണ്. ഇതൊക്കെ നിയമസഭയിൽ സർക്കാരിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോൾ നടപ്പാക്കിയത് അവസരം വന്നപ്പോൾ. എനിക്കിടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എത്രയാ? ബജറ്റിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി നടപ്പാക്കിയ 1 ഡസനോളം പദ്ധതികളാണ് ഇടതുപക്ഷ സർക്കാർ കുട്ടിച്ചോറാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ പോയ പോക്കിൽ ഇടത് സർക്കാർ മനഃപൂർവ്വം ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു. അവയെല്ലാം എണ്ണി പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് വി.ഡി. സതീശൻ ഇന്ന് നടത്തിയത്. ആ വീഡിയോ കാണാം. അല്ല, അതൊക്കെ ഇതൊരു സ്പെഷ്യൽ സ്കീമാണ്. ആ സ്കീം പോലെയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ബജറ്റിൽ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച 1 ഡസൻ സ്കീമുകളാണ് ആരോഗ്യ മേഖലയിൽ ഇവർ നിർത്തിയത്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പാവങ്ങളുണ്ട്, അവർക്കൊരു ആരോഗ്യ കിരണം പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് തകർത്ത് അവസാനിപ്പിച്ചിട്ട് പോയത് ആരോഗ്യ മേഖലയിൽ. ടൈപ്പ് 1 ഡയബറ്റീസിന് കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഇൻസുലിൻ. എന്നിട്ട് ഇപ്പോൾ ഒരു വേറെ വില കുറഞ്ഞ ഇൻസുലിൻ മേടിച്ചു കൊടുത്തു. ക്രൗഡ് ഫണ്ട് ഉണ്ടായിട്ടൊന്നും ഇത് ചെയ്തില്ല. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിൽ ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചികിത്സ. കാരണം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാനുണ്ട്. കടം വരുത്തി വെച്ചേക്കാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ പ്രസംഗം മാത്രമല്ല, ബജറ്റിന്റെ ഡോക്യുമെന്റ്, ബജറ്റിൻ ബ്രീഫ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട്. പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നരേഗ മാറ്റി VB റാംജി ആക്കിയതിന് ബജറ്റ് പ്രസംഗത്തിൽ തന്നെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര വിരുദ്ധ പ്രഖ്യാപനം നടത്താനല്ല ബജറ്റ്, ഇത് കേരളത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. വരാനിരിക്കുന്ന ഈ സ്വർണത്തിന്റെ അകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരിക. അതിപ്പോൾ നടത്തുന്ന വ്യാപാരികളല്ല, അതിന് സമാന്തരമായി ഇപ്പോഴത്തെ വ്യാപാരികളുടെ വരെ ബിസിനസ് കുറയുകയാണ്. കാരണം ടാക്സ് ഇല്ലാതെ ഇപ്പോൾ ശബരിമലയിൽ വന്നതിന്റെ ഇരട്ടി ആളുകളെ ശബരിമലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൊട്ടിയൂർ അല്ല, നികുതി വർധനവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്, ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്, പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഏവിയേഷൻ ഹബ്ബ് ഉണ്ടാക്കുന്നത്, MSME ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്, എല്ലാം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ വാചകം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്കോണമിയെ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചല്ലാതെ വരുമാനം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം മാധ്യമ പ്രവർത്തകർ കൂടി, നമ്മൾ അതുകൊണ്ടല്ലേ വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്. ഈ സംസ്ഥാനത്തിന് ഒരു 100 രൂപ വരുമാനം ഉണ്ടായാൽ 77 രൂപ കമ്മിറ്റഡ് എക്സ്പെൻസ് ആണ്. എന്താണ്? സാലറി, പെൻഷൻ, പലിശയാണ്. കിഫ്ബിയുടെ ഒക്കെ ചോദിച്ചില്ല, കിഫ്ബിയുടെ ഒക്കെ പലിശ എത്രയാണ്? പലിശ അൾട്ടിമേറ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് ഒരു 100 രൂപയിൽ കിട്ടുന്ന വരുമാനത്തിൽ ചെലവാക്കാൻ? നേരത്തെ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. 100 രൂപയുടെ 77 രൂപയും കമ്മിറ്റഡ് എക്സ്പെൻസ് ആയിട്ട് പോയിട്ട് ബാക്കി 23 രൂപ അതുകൊണ്ട് വേണം വേറെ വെൽഫെയർ പ്രോഗ്രാം. അപ്പൊ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം, ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ മുടക്കിയത്. ഒറ്റ വാചകം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ഘടനയിൽ കൂടി കുറച്ചുകൂടി മാറ്റം വരുത്തി പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കുന്ന. അതിന് അദ്ദേഹത്തിന് വല്ല വിഷമമുണ്ടോ? ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ഗവൺമെന്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടു പ്രിവെന്റ് ലീക്കേജ് ഫ്രം ദ ട്രഷറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? മനസ്സിലായേ? ആ ജോലിയൊക്കെ ലെഫ്റ്റ് ജാർഗൻസ് പറഞ്ഞ്, ക്ലീശേ വന്ന വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗത്തിലും വർത്തമാനത്തിലും പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിനില്ല. അതിൽ കുരുങ്ങിക്കിടക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതിയുഗ കേരളത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ കാര്യങ്ങളാണ് പറഞ്ഞത്, പുതിയ കാര്യങ്ങൾ.
ഇനി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ട്? ഞങ്ങൾ 2 ഏരിയ ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർ ഇവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര വീട് പണിതു? 1. 10 കൊല്ലം കൊണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി കൊണ്ടുവന്നു. ഞാൻ കരഞ്ഞ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ 40 രൂപയുടെ മണ്ണെണ്ണ ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ, ദയവ് ചെയ്ത്. കാരണം നമുക്കറിയാം സങ്കടം. മണ്ണെണ്ണ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. പഴയ മത്സ്യലഭ്യത പോലുമില്ല. തിരിച്ചു വരുമ്പോൾ വട്ടി പലിശക്കാരെ കാത്ത് ഒന്നും കിട്ടിയിട്ടില്ല. സങ്കടമായിരുന്നു. അവർ 50 ആക്കിയിട്ട് ഒന്നും കൊടുത്തില്ല. നമ്മൾ 75 ആക്കി. മണ്ണെണ്ണയുടെ പകുതിയെങ്കിലും സബ്സിഡി ആക്കി, പകുതി കൂടുതൽ സബ്സിഡി ആക്കി. 75 രൂപ പകുതി കൂടുതൽ മണ്ണെണ്ണയുടെ ആക്കി. അതൊക്കെയാണ് ഹൃദയത്തിൽ തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സങ്കടം കണ്ടിട്ടാണ്. ഭൂരഹിതരുടെ എണ്ണം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മത്സ്യത്തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടാണ്. ഇതൊക്കെ നിയമസഭയിൽ സർക്കാരിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോ നടപ്പാക്കിയത് അവസരം വന്നപ്പോൾ. എനിക്ക് അഭിമാനമുണ്ട് അതല്ല. എന്നിട്ട് ലൈഫ് പദ്ധതിയെ പറ്റി ഞങ്ങൾ വല്ല പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇനി കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയുടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എത്ര ശതമാനം പലിശയ്ക്കാണ് മേടിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 9.72 9% മീതെ മുഴുവൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പലിശയുടെ ബാധ്യത മുഴുവൻ അതാണ് വളരെ മത്സ്യ മേഖലയിലുള്ള വലിയ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലുള്ളത്. ശമ്പള കമ്മീഷൻ അല്ല, അത് നിയമിച്ചേക്കുമല്ലേ, അതിന്റെ റിപ്പോർട്ടില്ലല്ലോ, റിപ്പോർട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അവര് ചെയ്യണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതേ സമയത്ത് ചെയ്തില്ലേ ഇവര്? അല്ല, ഞാൻ പറയുന്നത് ഒരു പേ കമ്മീഷൻ കേരളത്തിന്റെ ഹിസ്റ്ററി നോക്ക് നിങ്ങൾ. അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് നിയമിച്ച് അവരുടെ കാലത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതാത് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവരതിൽ നിന്ന് ഊരിയതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂ ആയി ഈ പേ കമ്മീഷൻ വെക്കേണ്ടത്. ഒരുപാട് സമരങ്ങൾ നടന്നു. അന്നൊന്നും ഇവരാരും മിണ്ടിയില്ല. എന്നിട്ട് പോണ പോക്കിനൊരു പേ കമ്മീഷൻ വെച്ചു അടുത്ത സർക്കാരിന്റെ തലയിലേക്ക്. എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കില്? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്. അതിനെയൊക്കെ വിമർശിക്കുകയാണ്. DA കൊടുത്തില്ല, DA പ്രഖ്യാപിച്ചില്ല. ആരുണ്ടാക്കിയ കുടിശ്ശികയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണ്ട.